നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെക്കൻ രാജസ്ഥാനിലെ ബൻസാര എന്ന ഒരു ചെറിയ പട്ടണത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗമാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത്, ഇന്ത്യ ചർച്ച ചെയ്യുന്നത്. ഞാൻ ആ പ്രസംഗത്തിലൂടെ ആ പ്രസംഗം വരെ എത്തി നിൽക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതാണ്. ആ പ്രസംഗത്തിന്റെ ഒരു സാരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു പ്രബല ഒരു മതവിഭാഗത്തെ അവരുടെ മനസ്സ് വ്രണമാക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിന് ഭീഷണിയാക്കുന്ന വിധത്തിൽ പരിണമിച്ചേക്കാവുന്ന ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധ്യതയുള്ള ഒരു പ്രസംഗമായിരുന്നു അത് എന്നാണ് എനിക്ക് ആമുഖമായി തന്നെ പറയാനുള്ളത്. പക്ഷെ അത് അങ്ങനെ പ്രധാനമന്ത്രി സംസാരിക്കുന്നതിനൊരു കാരണമുണ്ട്. ആ കാരണത്തിലേക്കും ഞാൻ ഈ വീഡിയോ കൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. മുഴുവനായി കണ്ടാൽ മാത്രമാണ് അതിന്റെ വസ്തുതകൾ മനസ്സിലാകുന്നത്. പാതി വഴിക്കിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. എന്തായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്? കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ, അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ മാറ്റി നിർത്തി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ വലിയ വിഭാഗത്തിന്റെ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുത്ത് മുസ്ലിം വിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് കൊടുക്കും, വിതരണം ചെയ്യും എന്നാണ് അതിലെ സാരാംശമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ 2006 മൻമോഹൻ സിംഗ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഇന്നത്തെ നിലനിൽപ്പിന് കാരണക്കാരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ 2006 ആ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരായവരിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയം മുതൽ, സ്വാതന്ത്ര്യ സമരം മുതൽ ഇങ്ങോട്ട് ഈ വിഭാഗത്തിന്റെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അതിൽ പങ്കുണ്ട്. അതുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തെ സ്വത്തിനും അവരുടെ സമാധാനത്തിനും എല്ലാം ആ ഒരു വിഭാഗത്തിനും തുല്യ അവകാശമുണ്ട് എന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു മൻമോഹൻ സിംഗ്. അത് അന്നത്തെ ദേശീയ വികസന കൗൺസിൽ യോഗത്തിൽ പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനയുടെ ഒരു ഭാഗം എടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ദിവസം അവിടെ സംസാരിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു കാരണമായി എനിക്ക് തോന്നുന്നത്, ഈ ആധുനിക കാലത്തും വികസിച്ചു കൊണ്ടുപോകുന്ന ഇന്ത്യ വികസന പാതയിലാണെന്ന് പറയുന്നത്. അപ്പൊ ഈ വികസന പാതയിലും അത്തരത്തിലുള്ള ഒരു വളഞ്ഞ വഴിയിലുള്ള ഒരു വോട്ട് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നതാണ്. അതിനർത്ഥം സാമ്പത്തികമായി നമ്മുടെ രാജ്യം വളരുന്നു എന്ന് പറയുമ്പോഴും, അടിസ്ഥാന സൗകര്യങ്ങൾ വളരുന്നു എന്ന് പറയുമ്പോഴും, ആ അടിസ്ഥാന സൗകര്യം അനുഭവിക്കേണ്ട സാധാരണക്കാരായ ജനങ്ങൾ, സാധാരണക്കാർ എന്നാണ് ഞാൻ പറയുന്നത്, വിദ്യാഭ്യാസം ഇല്ലാത്തവരും ചിന്താശേഷി ഇല്ലാത്തവരുമായി തുടരുന്നു എന്നാണ് അതിനർത്ഥം. കാരണം അത്തരം ഒരു വിഭാഗത്തിന്റെ മേൽ മാത്രമാണ് അവരുടെ വോട്ട് വാങ്ങിയെടുക്കാൻ ഇത്തരത്തിലൊരു പ്രയോഗം നടത്തേണ്ടി വരുന്നത്. ഇതാദ്യമായി നടത്തുന്നത് നരേന്ദ്രമോദി സർക്കാരല്ല, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ല. ഇതിനു മുമ്പ് കോൺഗ്രസ് ഇതിന് തുടക്കം കുറിച്ചിരുന്നു. മുമ്പ് അതിന്റെ ആ ഒരു അധികാര രാഷ്ട്രീയത്തിന്റെ വിളവെടുപ്പ് നടത്തുകയാണ് ശരിക്കും BJP ചെയ്തത് എന്ന് പറയാം. കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്ന സമയത്തൊക്കെ രാമക്ഷേത്രം എന്നൊരു ധ്വനി ഉണ്ടായിരുന്നു. അതായത് ശ്രീരാമ ജന്മഭൂമി എന്നത് ഇപ്പോ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലമാണെന്നും അവിടെയാണ് ശ്രീരാമൻ ജനിച്ചതെന്നും അതുകൊണ്ട് തന്നെ അവിടെ ഒരു രാമക്ഷേത്രം ആവശ്യമുണ്ട് എന്നും ആ വിശ്വാസികളായ സാധാരണക്കാരായ പാവങ്ങളായ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗത്തിന്റെ തലയിലേക്ക് ഇട്ടുകൊടുത്തത് കോൺഗ്രസ് ആണ്, അല്ലാതെ അന്ന് BJP ഒന്നുമില്ല. ആ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് നാളെ ക്ഷേത്രം വരും എന്ന ഒരു ഇത് ഇട്ടുകൊടുത്തുകൊണ്ട് അവരുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തെ സ്വപ്നം കണ്ടുകൊണ്ട് അധികാരത്തിൽ വന്നിരുന്നു എന്ന് പറയുന്നതാണ് ശരി. ഒരുപക്ഷെ അവരത് അംഗീകരിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അവരുടെ സ്വപ്ന സാക്ഷാത്കാരം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്കത് നടത്തിത്തരാം എന്നുള്ള ഒരു പ്രതീക്ഷ കൊടുത്തത് കൊണ്ടാണ് BJP അധികാരത്തിൽ വരുന്നത്. കാരണം അത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ ഒരു ആവശ്യമാണ്, ഒരു ആഗ്രഹമാണ്. അവർക്ക് ശ്രീരാമ ജന്മഭൂമിയിൽ ഒരു ക്ഷേത്രം എന്നത് മുസ്ലിമിന് മക്ക പോലെ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് ജെറുസലേം പോലെ അവർക്ക് അവരുടെ മനസ്സിലേക്ക് ഒരു പ്രാധാന്യമുള്ള പ്രദേശമാക്കി ഈ രാമജന്മഭൂമി ഇട്ടുകൊടുക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്നതാണ്. അവിടെ രാമജന്മഭൂമി അവിടെ ആണെന്നോ അല്ലെന്നോ ഞാൻ പറയുന്നില്ല. ഏതായാലും വലിയൊരു വിഭാഗത്തിന്റെ മനസ്സിൽ അത് വന്നു എന്നുള്ളത് വസ്തുതയാണ്. പിന്നെ ആ പള്ളിയെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും അതുകൂടി പറയാതെ മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. അത് ഒരു കാലത്ത് ജൈനക്ഷേത്രമോ ബുദ്ധക്ഷേത്രമോ ഏതോ ഒരു ക്ഷേത്രം, നമുക്കറിയാമല്ലോ, നമ്മുടെ ശബരിമല ക്ഷേത്രം യഥാർത്ഥത്തിൽ അത് മുമ്പ് മറ്റേതോ ഒരു ക്ഷേത്രമായിരുന്നു. നമ്മുടെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഏതൊക്കെയോ കാലങ്ങളിലൂടെ കടന്നു വന്നതാണ്, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു മതവും കൊണ്ട് കയറി വന്നൊന്നുമല്ല. അതിനു മുമ്പ് മറ്റ് മതവിഭാഗങ്ങളുണ്ട്. സ്വാഭാവികമായും അവിടെ
ഒരു ക്ഷേത്രം, ഏതോ മതത്തിന്റെ ഏതോ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം പിന്നെ നാമാവശേഷമായി ആർക്കും ആവശ്യമില്ലാതെ കാട് പിടിച്ച് കിടന്നു. മുഗളന്മാർ വന്നു കഴിഞ്ഞപ്പോൾ അവരൊരു മതവും കൊണ്ടാണ് വന്നത്. നമുക്കറിയാം, ദിന്നിലാഹി എന്നൊരു മതം സൃഷ്ടിച്ച കഥയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇസ്ലാം മതമല്ല. അതായത് അക്ബറിനും മുസ്ലിമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ പേര് കൊണ്ട് ഒരുപക്ഷെ മുസ്ലിം എന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിലും അങ്ങനെയുള്ള ആ ഒരു ഭരണപക്ഷം അവരിൽ ആരുടെയോ, അത് ബാബരി എന്ന് പ്രചരിക്കുന്നുണ്ട്, മറ്റു പല പേരുകളും പ്രചരിക്കുന്നുണ്ട്, ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പേരിൽ ഒരു മന്ദിരം പണി കഴിപ്പിക്കണമെന്ന് വിചാരിച്ചപ്പോൾ അതിന് എളുപ്പത്തിൽ അത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാഹചര്യം നോക്കുമ്പോൾ ആ ക്ഷേത്രാവശിഷ്ടങ്ങളും അതിന്റെ ബാക്കിയുള്ളതും കൊണ്ട് അവരൊരു ക്ഷേത്രം ഉണ്ടാക്കി കാണും, അല്ലെങ്കിൽ ഒരു മന്ദിരം ഉണ്ടാക്കി കാണും. സ്വാഭാവികം. കാര്യം അന്ന് ഇതൊന്നും വിവാദമല്ലല്ലോ. അന്ന് അവിടെ രാമക്ഷേത്രം പണിയണമെന്നോ അല്ലെങ്കിൽ ഇത് ഭാവിയിൽ ഇത് ബാബരി പള്ളിയെന്ന് പൊളിച്ചു പണിയെന്ന് പറയുമെന്നോ ഒന്നും അവരുടെ മനസ്സിലില്ല. എന്നാൽ പിൽക്കാലത്ത് അവിടെ മുസ്ലിം പള്ളിയായി ആരാധിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. ഒരു മുസ്ലിം പള്ളിയായി അത് അവരോധിക്കപ്പെട്ടു, അവിടെ ആരാധന നടന്നു എന്നുള്ളതും സത്യമാണ്. അത് കാലങ്ങൾ കഴിയുന്തോറും മാറി മാറി വരും. ആ ഒരു പ്രദേശത്ത് ആ ഒരു മന്ദിരത്തിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ട് വന്നതുമാണ്. അതിന്റെ വിധി എങ്ങനെ വന്നു, ബാക്കി എങ്ങനെ വന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഏതായാലും ആ സർവേ റിപ്പോർട്ട് വന്നു, ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. എൻ്റെ അടുത്ത് മലപ്പുറം ജില്ലയിൽ മിനി ഊട്ടി എന്നൊരു സ്ഥലമുണ്ട്. ആ മിനി ഊട്ടിയിൽ നിന്ന് ഒരല്പം പടിഞ്ഞാറ് മാറി ഒരു മലയുണ്ട്. ആ മലയുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ വലിയൊരു ക്ഷേത്രം നിലനിന്നതിന്റെ എല്ലാ അവശിഷ്ടങ്ങളും കാണാം. ആ അവശിഷ്ടങ്ങൾ എടുത്തുകൊണ്ട് അവിടെ നാളെ മറ്റൊരു മന്ദിരം ഉണ്ടാക്കപ്പെട്ടാൽ അതൊരു കാലം കഴിയുമ്പോൾ അത് ക്ഷേത്രം നശിപ്പിച്ചിട്ട് മറ്റൊരു മന്ദിരം ഉണ്ടാക്കിയെന്ന് പറയാം. അങ്ങനെ പറയാമല്ലോ. ഇതും അതുപോലെ ആകാനേ തരമുള്ളൂ. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുന്നു, ഒരു അഭിപ്രായം പറയുന്നു എന്ന് മാത്രം. ഒരു ഡിഫറൻറ്റ് ആംഗിളിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും അങ്ങനെ ഉണ്ടാക്കിയ തർക്ക മന്ദിരത്തിൽ പിന്നെ പിൽക്കാലത്ത് വന്നിട്ടുള്ള മുസ്ലിങ്ങൾ, അവിടെ ഉണ്ടായ മുസ്ലിങ്ങൾ, അവർക്കൊരു പള്ളി ഉണ്ടാക്കാൻ കഴിയാഞ്ഞിട്ടോ മറ്റോ അവർ ആരാധന നടത്തി. ഇനി മിനാരത്തിന്റെ കഥയാണെന്നുണ്ടെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ പള്ളിക്കും ക്ഷേത്രത്തിനും ഒക്കെ മിനാരമുണ്ട്, എല്ലാത്തിനും മിനാരമുണ്ട്. അത് ഏതെങ്കിലും ഒന്നിന്റെ അടയാളമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ ആരാധന നടന്നു വരുമ്പോൾ അവിടുത്തെ ഹിന്ദു സഹോദരങ്ങളുടെ മനസ്സിൽ അവരുടെ രാമജന്മഭൂമിയായി കഴിഞ്ഞു അത്. പിന്നെ ആകെയുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ബോധം ഈ സാംസ്കാരികമായി വിദ്യാഭ്യാസമായി വളരാത്ത വലിയൊരു വിഭാഗത്തിന്റെ മനസ്സിലേക്ക് കുടിയേറിപ്പോയ അവരുടെ വിശ്വാസം സാധിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ അവരെന്താണ് കാണിക്കുക എന്ന് പറയാൻ പറ്റൂല. അതാണ് BJP ചെയ്തത്. ആ ഒരു അവസരത്തെ, ആ ഒരു സാഹചര്യത്തെ മുതലെടുത്താൽ രാമക്ഷേത്രം ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുകയും ചെയ്യാം, രാമക്ഷേത്രം ഉണ്ടാക്കുകയും ചെയ്യാം. അങ്ങനെ അധികാരത്തിലെത്താമെന്ന് കരുതി അവർ അധികാരത്തിലെത്തി. പക്ഷെ അവരൊരു സൊല്യൂഷൻ കൂടെ കണ്ടു. സ്വാഭാവികമായും രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അവിടെ ആരാധനാലയം ഉണ്ടായിരുന്നു എന്നും, അതായത് ഏത് ബിൽഡിംഗ് ആയാലും ഒരു ആരാധനാലയം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്, ആരാധിച്ചിരുന്നു എന്നുള്ളത്. അവർക്കൊരു ആരാധനാലയം ഉണ്ടാവണമെന്ന് കൂടി ചിന്തിച്ചതിന്റെ ഫലമായിട്ടാണ് ധനിപ്പൂരിലെ ബാബരി മസ്ജിദ് ഉയരുന്നത്. അതൊരു പക്ഷേ രാമക്ഷേത്രവുമായി ചേർന്ന് ഒരുമിച്ച് വളരേണ്ടതാണ്, ഒരുമിച്ച് ഉദ്ഘാടനം നടക്കേണ്ടതാണ്. പക്ഷേ അവിടെ അന്നത്തെ ട്രസ്റ്റോ മറ്റോ കാര്യങ്ങളോ അവരതിന് തയ്യാറായില്ല. ഇപ്പോൾ BJP അത് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നു എന്ന് അറിയുന്നു. നല്ലത്. ഒരു ആരാധനാലയം നഷ്ടപ്പെട്ട ഒരു വേദനയുള്ള ഒരു വലിയ സമൂഹത്തിന് അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള, ഒരുപക്ഷെ ഇന്ത്യയിൽ വലുതായിട്ടുള്ള ഒരു ആരാധനാലയം അവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ ആ മുറിവ് ഉണങ്ങും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അത് ഉണങ്ങണം. പക്ഷെ ഇവിടെ വലിയൊരു വിഭാഗത്തിന്റെ മനസ്സിലേക്ക് അവരുടെ രാം ജന്മഭൂമി എന്നൊരു ആശയം ഇട്ടുകൊടുത്തത്, ആ കോൺഗ്രസ് ഇട്ടുകൊടുത്തെങ്കിൽ അതിന്റെ വിളവെടുത്തുകൊണ്ട് BJP അധികാരത്തിൽ വരുമ്പോൾ ആ രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായി കഴിയുമ്പോൾ പിന്നീട് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇല്ല, അല്ലെങ്കിൽ ഒരു അവസരമില്ല. കാരണം കാലങ്ങളായി ഈ ക്ഷേത്രത്തിന്റെ മറ പിടിച്ചുകൊണ്ട്, ക്ഷേത്രം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങി അധികാരത്തിൽ ഏറിയുന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രപണി പൂർത്തിയായതോടുകൂടി ഇനി അതിന്റെ പേരും പറഞ്ഞ് വോട്ട് ചോദിക്കാൻ പറ്റൂല. അപ്പോൾ പിന്നെ മറ്റൊരു മാർഗം അവലംബിക്കണം. ആ മാർഗത്തിന്റെ അവലംബമായിട്ടാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് നേരെ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്തതായിട്ട് എനിക്കറിയില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ഇവിടെ ഭരിക്കുന്നുണ്ട്. ഈ 10 വർഷമായി ഏതെങ്കിലും ഒരു മുസ്ലിമിനെ ഏതെങ്കിലും നിലയിൽ ദ്രോഹിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. അത് മാത്രമല്ല, മുസ്ലിം സമൂഹത്തിന് ഉപകാരപ്രദമായ മുത്തലാഖ് നിരോധനം മുതൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടേ ഉള്ളൂ. കാരണം മുത്തലാഖ് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തോന്നുമ്പോൾ തലാഖ് ചൊല്ലിയിട്ട് വേറെ പെണ്ണ് കിട്ടുന്ന രീതി ഇനി വേണ്ട എന്ന് പറഞ്ഞത് മുസ്ലിം സമൂഹത്തിലെ യുവതികൾ, ഒരുപക്ഷെ പരസ്യമായി അവർക്ക് സമ്മതിക്കാൻ പ്രയാസമുണ്ടാവും, അവരുടെ ഭർത്താക്കന്മാരും കുടുംബം ഉണ്ടല്ലോ, പക്ഷെ അവരൊക്കെ സമ്മതിച്ച വിവരമാണ്, അത് എനിക്കും ബോധ്യപ്പെട്ട വിവരമാണ്. അതുപോലെ ഏക സിവിൽ കോഡ്, ആ സിവിൽ കോഡിന്റെ പ്രശ്നം നല്ലതുപോലെ ഉണ്ട്. സ്വന്തം പെൺമക്കൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ സമ്പാദിച്ചിട്ടുള്ള ആ സമ്പാദ്യം പെൺമക്കൾക്ക് കിട്ടില്ല നിലവിൽ, ശരീഅത്ത് നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ.
അതിലുള്ള മറ്റു യുവാക്കളുടെ പേരിൽ പോകും. അവർ കൊടുത്തെങ്കിൽ കൊടുത്തു. പണ്ടത്തെ അവസ്ഥ അങ്ങനെയല്ല. പണ്ട് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം യുവാക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കാലം വേറെ. അതുകൊണ്ട് ആ മക്കൾക്ക് തന്നെ കിട്ടണം, ആ യുവതികൾക്ക് തന്നെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം യൂണിഫോം സിവിൽ കോഡിനെ അനുകൂലിക്കും. എന്താണ് അതിന്റെ കുഴപ്പം? ഇവിടെ ഏകീകൃത സിവിൽ കോഡിനാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഏകീകൃത ക്രിമിനൽ കോഡ് ഇവിടെ ഉണ്ടല്ലോ. എത്ര കാലമായി ഇവിടെ ഉണ്ട്? ഇന്ത്യക്ക് ഒരൊറ്റ ക്രിമിനൽ കോഡേ ഉള്ളൂ. അത് ഹിന്ദു എന്നോ മുസ്ലിമിനോ ഒന്നുമില്ല. വ്യഭിചരിച്ചു കഴിഞ്ഞാൽ എറിഞ്ഞു കൊല്ലുന്ന ഒരു സംവിധാനം. മുസ്ലിം വിഭാഗത്തിലെ ആൾക്കാർക്ക് ഒരു വ്യഭിചാരം നടന്നാൽ എറിഞ്ഞു കൊല്ലണം. മുസ്ലിം വിഭാഗത്തിന്റെ ഒരുത്തന്റെ ഒരു മുതൽ കട്ട് കഴിഞ്ഞാൽ കൈവെട്ടണം. ബാക്കിയുള്ളവർക്കാണെങ്കിൽ കേസ് കോടതിയിൽ പോകണം. ഇങ്ങനെ വല്ല നിയമമുണ്ടോ അവിടെ? എല്ലാവർക്കും ഒരേ നിയമമാണ്. അതായത് ഏകീകൃത ക്രിമിനൽ നിയമം ഉണ്ടായിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇത്രയും കാലമായിട്ട്. അതുപോലെ ഏകീകൃത സിവിൽ കോഡ് വന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പലരും പറഞ്ഞു പഠിപ്പിക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഈ സിവിൽ കോഡ് എന്ന് പറയുന്നത്, യൂണിഫോം കോഡ് എന്ന് പറയുന്നത് എല്ലാവരും പർദ്ദ ഒഴിവാക്കിയിട്ട് സാരിയും ബ്ലൗസും ഇടേണ്ടി വരും എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പോലും പഠിപ്പിച്ചു കൊടുക്കുന്നവരുണ്ട്. എന്താണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് അറിയില്ല. അപ്പോൾ അത്തരത്തിൽ മറുഭാഗം പ്രചരണം നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവിടെ വിജയിച്ചു വരണമെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കണം. അപ്പോൾ ഒരു വിഭാഗീയത ഉണ്ടാക്കണം. അന്ന് കോൺഗ്രസ് ചെയ്ത അതേ കാര്യം ഇന്ന് നരേന്ദ്രമോദി അവിടെ രാജസ്ഥാനിൽ ബർസാരയിൽ ഒന്ന് പയറ്റി നോക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അന്ന് കോൺഗ്രസിന്റെ കാലത്ത് അത് പ്രചരിപ്പിക്കുമ്പോൾ മൈക്ക് കെട്ടി അനൗൺസ് ചെയ്ത് വോട്ട് എടുക്കുമ്പോൾ അന്ന് ഫേസ്ബുക്ക് ഇല്ല, യൂട്യൂബ് ഇല്ല. അതുകൊണ്ട് തന്നെ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. രാജ്യമാസകലം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതത് പ്രദേശത്ത് മാത്രം അറിയും. അഥവാ എന്തെങ്കിലും ഇതുപോലെ ജാതിയുടെയോ മതത്തിന്റെയോ പേര് പറഞ്ഞ് വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ മാത്രം അറിയുന്ന ഒരു സംഭവമായി പോയിന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അന്നത്തെ അതേ നാണയം പുറത്തിറക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും സെക്കൻഡുകൾ കൊണ്ട് ലോകമറിയും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഞാൻ മനസ്സിലാക്കിയത് അതാണ്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ ഒരു പ്രസ്താവന നടത്തി വോട്ട് വാങ്ങാൻ ശ്രമിച്ചത് ശരിയല്ല എന്നതാണ് എൻ്റെ നിലപാട്. കാരണം അത് വലിയൊരു സമൂഹത്തിൽ ആശങ്ക സൃഷ്ടിക്കുന്നതോടൊപ്പം മറ്റ് അതിനേക്കാൾ വലിയ ബഹുഭൂരിപക്ഷം വരുന്ന ആ സമൂഹത്തിന് ഈ സമൂഹത്തോട് ഒരു വെറുപ്പുണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അതല്ല ഉദ്ദേശമെങ്കിലും, തൽക്കാലം വോട്ടാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിലും അത്തരം ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാവർക്കും ബോധം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അതല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി ഒരു മുസൽമാനും ഒരു പ്രശ്നവുമില്ല. ഹജ്ജ് മര്യാദയ്ക്ക് ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ആളെണ്ണം കൂട്ടി. ഇപ്പൊ ഹജ്ജും ഉംറ ബോർഡുകൾ എവിടെ കാണാനില്ല. കാരണം അതൊക്കെ ഇപ്പോ സർക്കാർ നേരിട്ട് തന്നെ വളരെ ചെറിയ ചെലവിൽ പോയി വരാനുള്ള സൗകര്യം ചെയ്തു. അതുപോലെ തന്നെ വനിതകൾക്ക്, മുസ്ലിം വനിതകൾക്ക് നേരത്തെ ഒരു പുരുഷന്റെ സഹായം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതില്ലാതെ തന്നെ ഹജ്ജ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അങ്ങനെ 100 സൗകര്യങ്ങൾ മുസ്ലിം യുവതയ്ക്ക് വേണ്ടിയിട്ട്, മുസ്ലിം ജനതയ്ക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. ഇവിടെ മുസ്ലിം വ്യക്തികൾക്ക് മറ്റേത് രാജ്യത്തെ ആയാലും, അതിന് പാകിസ്ഥാനായാലും അഫ്ഗാനിസ്ഥാനായാലും ഇനി ബംഗ്ലാദേശ് ആയാലും എവിടത്തെ ആയാലും ഒരു മുസ്ലിമിന് ഇവിടെ വന്ന് ഇവിടെ താമസിച്ച പൗരത്വം എടുക്കുന്നതിന് ഒരു തടസ്സമില്ല. ഒരു ശ്രീലങ്കൻ യുവതിക്ക് പൗരത്വം കിട്ടിയത് നമ്മൾ കണ്ടതാണ്. അത് CAA ഒക്കെ വന്നതിന് ശേഷമാണ്. അപ്പോൾ അതിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പലതും നടക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിമിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം ഇവിടെ പ്രാവർത്തികമാക്കുമ്പോഴും കേവലം വോട്ടിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ആ വോട്ട് നേടിക്കഴിഞ്ഞ് ഒരുപക്ഷെ അത് നടപ്പിലാക്കില്ല എന്നുണ്ടെങ്കിലും ഏത് രാമക്ഷേത്രം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ് കോൺഗ്രസ് വോട്ട് വാങ്ങിയതുപോലെ അത്തരത്തിൽ ഇവിടെ ഹിന്ദുവിന്റെ സ്വത്ത് അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷത്തിന്റെ സ്വത്ത് വാങ്ങി മുസ്ലിമിന് കൊടുക്കാനൊന്നും പോകുന്നില്ല. കോൺഗ്രസ് അധികാരത്തിനാലും കൊടുക്കാൻ പോകുന്നില്ല. അത് മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിക്കും അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു സംഭാഷണം നടത്തി കഴിഞ്ഞാൽ ഒരു വലിയ വിഭാഗത്തിന്റെ വോട്ട് BJPക്ക് വരും എന്ന ഒരൊറ്റ കാരണം, അതായത് വോട്ടിന് വേണ്ടി മാത്രം ഇത്തരം ഒരു കാര്യം നടത്തുമ്പോൾ അത് ലോകം അറിയുന്നുണ്ട്. ലോകാരാധനാണ്. കാര്യം ലോകത്ത് നിന്ന് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ 1 രാജ്യത്തിന്റെ നമ്പർ 1 പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയെ എത്തിച്ചത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരു അഭിമാനമായി ഞാനും കരുതുന്നുണ്ട്. പക്ഷെ അത്തരം അഭിമാനത്തെ ഒരു നിമിഷം കൊണ്ട് താഴേക്ക് വലിച്ചിടുന്നതിന് കാരണം ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കേവലം ഏതെങ്കിലും ഒരു സമൂഹത്തെ, ഇപ്പൊ കുക്കി മേത്തി സംഭവം നമുക്കറിയാം. അത് BJPയുടെ മണ്ടയിൽ വീഴുന്ന വലിയൊരു ഒരു ആരോപണമാണ്. പക്ഷെ 100ഓളം വർഷങ്ങൾക്ക് മുമ്പേ ഈ കുക്കി മേത്തി സംഭവം മണിപ്പൂരിൽ ഉണ്ടെന്ന് നമുക്കറിയാം. അത് BJP കാരണമാണ് ഉണ്ടായെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇവിടെ കേരളത്തിലും എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ പ്രതിസന്ധികൾ എല്ലായിടത്തുമുണ്ട്. പക്ഷെ അതിനെ അതിജീവിച്ചുകൊണ്ട് കുറെ വോട്ടുകൾ നേടി വീണ്ടും അധികാരത്തിൽ വരാൻ, വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് നേടി അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും വർഗീയതയുടെ, മതവെറിയുടെ ആ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് കയറി വരേണ്ട ഒരു ഗതികേട് വന്നാൽ അതിനർത്ഥം ഈ രാജ്യത്ത് ചിന്താശേഷിയില്ലാത്ത,
വിദ്യാഭ്യാസമില്ലാത്ത അഥവാ വിദ്യാഭ്യാസമുണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു വിവേകവും അറിവും ബുദ്ധിയും ഇല്ലാത്ത വലിയൊരു സമൂഹം ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വികസനം എന്ന് പറയുമ്പോഴും അത്തരം ഒരു വിഭാഗത്തെ ആ വെറും വോട്ട് ബാങ്കാക്കി നിലനിർത്താതെ ഇത്തരത്തിൽ വർഗീയത പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങാൻ നിൽക്കാതെ അത്തരത്തിലുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരുടെ അടുത്ത തലമുറയെങ്കിലും വിദ്യാസമ്പന്നരാക്കി മാറ്റിക്കൊണ്ട് വികസനത്തിന്റെ പേരിൽ, അതായത് വികസനം തന്നെ പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ വളർച്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ ഇന്നത്തെ നില എന്താണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക മറ്റു വളർച്ചകളെല്ലാം കാണിച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ പറ്റുന്ന, അങ്ങനെ പറഞ്ഞാൽ വോട്ട് തരുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി BJP കാണിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഇനി വരുന്ന ഒരു ഭരണ സംവിധാനം കാണിക്കേണ്ടതുണ്ട്. ഇന്ന് BJP ആണെന്നുണ്ടെങ്കിൽ നാളെ അധികാരത്തിൽ വരുന്ന കോൺഗ്രസും ഇത് തന്നെ ചെയ്യും. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് സംഭവിക്കുക. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിനും അതുപോലെ സാമൂഹിക സമുദ്ധാരണത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു മന്ത്രിസഭയായിരിക്കണം ഇനി അടുത്ത 26-ന് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.